കൊല്ലം ചടയമംഗലത്ത് ശബരിമല തീർത്ഥാടകരുടെ കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 2 മരണം. കുട്ടികളടക്കം 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. MC റോഡിൽ ചടയമംഗലം നെട്ടേത്തറയിൽ 11:30ഓടെയായിരുന്നു അപകടം. അപകടത്തിൽപ്പെട്ടവർ കന്യാകുമാരി സ്വദേശികളാണ്. വീടിന്റെ പുറത്തോട്ട് ഇറങ്ങിയ സമയത്തായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേട്ട് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ആക്സിഡന്റ് ആണ്. അയ്യപ്പന്മാർ ഇവിടുന്ന് വന്നതാണ്, ചടയമംഗലത്ത് വന്നതാണ്. പോയതാകാൻ എന്നാണ് സാധ്യത. 2 തടിവണ്ടിയൊക്കെ ഏറ്റവും ബാക്കിലെ വണ്ടി വന്നു. ഞാൻ ഇവിടെ കയറി വന്ന വണ്ടി, ഇവിടുന്ന് ഈ വന്ന വണ്ടി ഉണ്ടല്ലോ, ഈ കാറ് എന്റെ നേരെ വന്നു. അതായത് എന്റെ ബസ്സിന്, ഞാൻ ഇപ്പുറത്തെ സൈഡിൽ എന്റെ ബസ്സിന്റെ നേർക്ക് വരെ വന്നു. ഞാൻ ഈ വണ്ടി ഇപ്പുറത്തോട്ട് വെട്ടിയുണ്ട്. അത് എന്റെ ഇടത്തെ സൈഡിൽ കൂടി പോകണമെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പുറത്തോട്ട് ആക്കണം. അങ്ങനെയാണ് ഈ കാറ് വന്നിട്ട് എന്റെ ലെഫ്റ്റ് സൈഡിൽ ഇടിക്കുന്നത്. നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. കാരണം എന്റെ അപ്പുറത്തെ സൈഡ്, എന്റെ നടുഭാഗത്തോ വേറെ യാതൊരു പൊട്ടലോ ഒന്നുമില്ല. എന്റെ ലെഫ്റ്റ് സൈഡ്, ഈ ലെഫ്റ്റ് സൈഡിൽ വന്നാണ് ഈ വണ്ടി ഇടിക്കുന്നത്. അപ്പൊ ഈ വണ്ടി അപ്പുറത്തെ സൈഡാണ്. അങ്ങനെ കൺട്രോൾ പോയിട്ടാണ് ഞാൻ നേരെ ഈ വണ്ടി. കുട്ടികളാണ്, 2 കുട്ടികളാണെന്ന് പറഞ്ഞാൽ 2 കുട്ടികളെ അപ്പോൾ തന്നെ നമ്മൾ കൂടെ ഹോസ്പിറ്റലിൻ്റെ വണ്ടിയിൽ തന്നെ നമ്മൾ 2-3 പേരെ കയറി കൊണ്ടുവന്നത്. അതിൽ ഒരു കുട്ടി ഇവിടെ ഉണ്ട്, ഒരു കുട്ടിയെ SIT മാറ്റിയിട്ട് SIT കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം 3ാമതൊരാളിനെ ഇവിടെ കൊണ്ടുവന്നു. പിന്നെ 2 പേരുണ്ട്, മൊത്തം 5 പേരാണ്. 2 പേര്, ഒരാൾ കടയ്ക്കൽ ഹോസ്പിറ്റലിലും ഒരാൾ വെഞ്ഞാറ ഗോകുലത്തിലുമാണെന്ന് അവിടുന്ന് പറഞ്ഞത്. 35-37 വയസ്സുള്ളൊരു പേരുണ്ടായിരുന്നു. അത് അത്ര വലിയ കുഴപ്പമായിട്ട് തോന്നുന്നവരെ പറഞ്ഞിട്ടുള്ള പയ്യന്, മൂത്ത പയ്യന് ഏതാണ്ട് വെന്റിലേറ്ററിട്ട് മാറ്റിയെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അവിടെ കടയ്ക്കുള്ള ഒരാളൊരു ഷൺമോഹൻ എന്ന് പറഞ്ഞാൽ 70 വയസ്സും, പിന്നെ ഈ കൊച്ചുങ്ങളെ അമ്മയുടെ സഹോദരി 25 വയസ്സുള്ളത്. അതാണ് ഗോകുലത്തിൽ. അവർ 2 പേരും, ഒന്ന് ഗോകുലത്തിൽ, ഒന്ന് കടയ്ക്കില്ല. വിവരങ്ങളുമായി ജിബിൻ JB ചേരുന്നുണ്ട്. ജിബിൻ, വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 2 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗുരുതരമായ പരിക്കും ആളുകൾക്കുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ജയലക്ഷ്മി, ഇന്നലെ രാത്രി 11:30 മണിയോട് കൂടി MC റോഡിൽ ചടയമംഗലം നെട്ടത്തറ ഭാഗത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ശബരിമല ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരം ഭാഗത്തുകൂടി തമിഴ്നാട്ടിലേക്ക് പോകാനെത്തിയ കാറും അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസും തമ്മിലാണ് ഈ നെട്ടത്തറയിൽ വെച്ച് കൂട്ടിയിരിക്കുന്നത്. ഇടിയുടെ ആഘാതം, അതായത് ഡ്രൈവർ പറയുന്നത് ഈ കാർ റോങ് സൈഡ് വന്ന് തന്റെ വാഹനത്തിലേക്ക്, ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ പറയുന്നത്. പക്ഷേ ദൃക്സാക്ഷികൾ പറയുന്നത് ഈ ടൂറിസ്റ്റ് ബസ് മറ്റൊരു വാഹനത്തെ മറികടന്ന് ചെന്ന് കാറിലേക്ക് ഇടിച്ചു കയറുകയാണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഈ ഇടിയുടെ ആഘാതത്തിൽ കാർ ലോറിയുടെ അടിയിലേക്ക് പൂർണ്ണമായി ഇടിച്ചു കയറിയിട്ടുണ്ട്. 2 പേരാണ് ഇപ്പോൾ ഈ ഒരു അപകടത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ഒരാളുടെ മൃതദേഹം കടയ്ക്കൽ ആശുപത്രിയിലും മറ്റൊരാളുടെ മൃതദേഹം ആറ്റിങ്ങലിന് സമീപം വെഞ്ഞാറമൂടുള്ള ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലുമാണ് 2 പേരുടെ മൃതദേഹങ്ങളുള്ളത്. ഒരു കുട്ടിയെ, പിന്നീട് ആകെ മൊത്തം 5 പേരാണ് അപകട സമയത്ത് കാറിലുണ്ടായിരുന്നത്. അതിൽ ഒരു കുട്ടിയെ ഇപ്പോൾ SIT ആശുപത്രിയിലും മറ്റൊരു കുട്ടിയെയും അതുപോലെ കൂടെ ഉണ്ടായിരുന്ന ഒരു യുവാവിനെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയുള്ള യുവാവിന്റെ പരിക്ക് അതീവ ഗുരുതരമാണ്. യുവാവിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ആറ്റിങ്ങൽ, അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 മൃതദേഹങ്ങൾ ഇപ്പോൾ ഉള്ളത്, ഒന്ന് കടയ്ക്കൽ ആശുപത്രിയിലും മറ്റൊന്ന് വെഞ്ഞാറമൂടിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിലുമാണ്. ഈ 2 മൃതദേഹങ്ങളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാകും മാറ്റുക. മരിച്ചവരെല്ലാവരും തന്നെ, മരിച്ച 2 പേരും അതുപോലെ അപകടത്തിൽപ്പെട്ട മറ്റു 3 പേരും, ആകെ മൊത്തം 5 പേരും തമിഴ്നാട് വെണ്ടലിക്കോട് സ്വദേശികളാണ്. കന്യാകുമാരി ജില്ലയിലുള്ള വെണ്ടലിക്കോട് സ്വദേശികളാണ്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഈ ചടയമംഗലത്ത് ഉണ്ടായിരിക്കുന്നത്.